എല്ലാവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ യാത്ര. എൻ്റെ പേര് സന്തോഷ് ഒളിമ്പസ് എന്നാണ്. പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പ്രകൃതിയുടെ തത്വങ്ങളെക്കുറിച്ച്, പ്രകൃതിയുടെ പ്രവർത്തനത്തെക്കുറിച്ച്, പ്രകൃതിയുടെ ആത്മീയതയെക്കുറിച്ച്, പ്രകൃതിയുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച്, പ്രകൃതിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുകയും അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മളിവിടെ ഉരുവാക്കിക്കൊണ്ടിരിക്കുന്ന സുസ്ഥിര ജീവന സമൂഹത്തിലെ ആളുകൾക്ക് സുസ്ഥിര ജീവന പാഠങ്ങൾക്ക് വേണ്ടി നടത്തിവരുന്ന ലളിതമായ പരിപാടികളാണ് ഈ ഫ്രൈഡേ വിസ്ഡം എന്നുള്ള പരിപാടിയിലുള്ളത്. നിത്യേന എല്ലാ ദിവസവും രാവിലെ പ്രഭാത സത്സംഗം എന്നൊരു പരിപാടിയുണ്ട്. അത് പഠിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ കുറച്ചുപേരെ നമ്മുടെ പരിപാടികളിലൊക്കെ ഉണ്ടാകാറുള്ളൂ സാധാരണ. അപ്പോൾ ഈ ഫ്രൈഡേ വിസ്ഡം എന്നുള്ള പരിപാടിയിൽ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ചെറിയ വിഷയങ്ങൾ എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിതത്തെ ഗൗരവത്തോടെ കാണാൻ ഒരുങ്ങുന്നവർക്ക് ഉള്ള ലളിത പാഠങ്ങളായിട്ടാണ്. അതില് നമ്മൾ ചിന്തിക്കാതെ പോകുന്ന, ഒരുപക്ഷെ ബോധപൂർവം ചിന്തിക്കാൻ തയ്യാറാകാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്നും ഒക്കെ നമുക്കൊരു തോന്നലുണ്ട്. നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന സമയത്ത്, നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു വഴിതിരിവിന് ഉള്ള ഒരു സാധ്യത മുമ്പിൽ വരികയുള്ളൂ. നമ്മുടെ സുസ്ഥിരത എന്നുള്ളത് ചാലഞ്ചിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് അത് പ്രകൃതിയുടെ സ്വാഭാവികമായ വഴിയാണെന്ന് അറിയുമ്പോൾ പോലും അതിന് ഒരു നില ഉണ്ടാകണമെന്നും അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നും ആ പരിഹാരം നമ്മൾ ഉണ്ടാക്കണമെന്നും കരുതുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ സുസ്ഥിര ജീവന സമൂഹം എന്ന് പറയുന്നത്. ഒളിമ്പസ് അതിന് വേണ്ടുന്ന ഒരു അടിസ്ഥാന ദർശനമാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇതൊരാമുഖമായി പറഞ്ഞതേ ഉള്ളൂ. അപ്പോ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് ആധുനിക കാലത്തെ ഒരു വലിയ സങ്കല്പനമാണ്. തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പഠിച്ചു പെരിയ വേല വാങ്ങണം എന്ന് പറയും. കുറച്ചു കാലം കഴിയുമ്പോ പഠിച്ചിരിച്ച് വേല കിടക്കലെ എന്നുള്ള വ്യാകുലതയായിരിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ വേല കിടച്ചിരിച്ച് ഇവളെ രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് ആഹ്ലാദത്തോടെ അമ്മയോ അല്ലെ ബന്ധുക്കളെയോ ഗുരുക്കന്മാരെയോ കാണാൻ ചെല്ലുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ നമുക്കൊരു ജോലി കിട്ടുക, പഠിച്ചൊരു ജോലി കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് എന്ന് ഒരു പൊതുധാരണ, പൊതു മാനദണ്ഡം ലോകത്തുണ്ട്. അപ്പോ സ്വാശ്രയത്വം എന്ന് പറയുമ്പോഴൊക്കെ തന്നെ പലരും സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറഞ്ഞ സ്വന്തം കാലിൽ നിൽപ്പ് എന്നുള്ളതിലാണ് മനസ്സിലാക്കുന്നത്. ഈ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള പേരിൽ ജോലി കിട്ടി എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സ്വാശ്രയത്വത്തിലേക്കാണോ ചെല്ലുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും കഷ്ടങ്ങളും ഒക്കെ ചുറ്റുപാടും നടക്കുന്നത് കാണാറുണ്ട്. ഒരുപാട് പേർക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നത് കാണാറുണ്ട്. അപ്പോ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കിടയിൽ പണമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പണം സമ്പാദിക്കുകയാണ് വേണ്ടത് എന്ന ധാരണ വളരെ ചെറുപ്പത്തിൽ കിട്ടും. ഈ പണം സമ്പാദിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് തൊഴിലാണ്. ഇനി തൊഴിലും അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കച്ചവടം ചെയ്യലാണ് എന്ന് പറയുന്ന പണ ഇടപാടിന്റെ ഒരു ലോകമാണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് മിക്കവരും കരുതുന്നു. അങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി നമുക്ക് ചുറ്റുമുണ്ട്. വിദ്യാഭ്യാസ വ്യവസ്ഥ അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേണ്ടത് അടിസ്ഥാനപരമായിട്ട് നമുക്കിതുവരെ വാങ്ങിക്കാൻ പറ്റാതെ പോയ കാര്യങ്ങൾ, ഐഫോണ്, ചില പ്രത്യേകതരം ഹെഡ്ഫോണുകള്, പിന്നെ ചില പ്രത്യേകതരം ഈ പേഴ്സണൽ യൂസിനുള്ള ഉപകരണങ്ങൾ, ചില ബ്രാൻഡഡ് സാധനങ്ങൾ, അതിനുശേഷം ഒരു വാഹനം, ചെറിയ വാഹനം, പിന്നെ വലിയ വാഹനം, പിന്നെ ഒരു വീട്, പിന്നെ ഒരു തോട്ടം, പിന്നെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലത്ത് കുറച്ച് സ്ഥലം, പിന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന രീതിയിൽ നമ്മുടെ പർച്ചേസിംഗ് പവർ കൂട്ടിക്കൊണ്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇങ്ങനെ വളരുകയാണ്, വികസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല, മറ്റൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല.
മറ്റൊരാളെ ആശ്രയിക്കാതെ നിൽക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ സ്വന്തം കാലിൽ നിൽപ്പാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള മാർഗം എന്ന് വെച്ചാൽ തൊഴിൽ ചെയ്യുക, പണം ഉണ്ടാക്കുക, പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊരു തൊഴിലാണെങ്കിൽ അങ്ങനെ, അത് ബിസിനസ് ആണെങ്കിൽ അങ്ങനെ, പണം കയ്യിലേക്ക് വരാൻ, അവിടെ ഇരിക്കുന്ന വിഭവങ്ങളുടെ മൂല്യം ഇവിടെ എന്റെ പോക്കറ്റിലേക്കും എന്റെ ഉടമസ്ഥതയിലേക്കും കൊണ്ടുവരിക എന്നുള്ളൊരവസ്ഥ. ഇതിനെയാണ് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക എന്ന ഒന്ന് പറയുന്നത്. ഈ സ്വന്തം കാലിൽ നിൽക്കുമ്പോഴുള്ള ഒരു സുഖം വേറെയാണ്. നമ്മളിപ്പോ ജോലി കിട്ടിക്കഴിഞ്ഞ ആളുകളുടെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജോലി കിട്ടുന്നത് വരെ, ഇപ്പൊ പ്രത്യേകിച്ചും PSC ജോലിയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ PSC കിട്ടുന്നത് വരെ കലിങ്കിലിരുന്ന് കൂട്ടുകാർക്കൊപ്പം വർത്തമാനം പറയും. ആധുനിക കാലത്തെ കാര്യം കുറച്ച് വ്യത്യാസമുണ്ട്. പഴയ കാലത്തെ ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് വട്ടം കൂടി ഇരുന്ന് വർത്തമാനം പറയും. ആ സമയത്ത് കുറച്ച് ചർച്ചകൾ വരും. ആ ചർച്ചയിൽ ചില നാടകങ്ങളും കലാരൂപങ്ങൾക്ക് ഉരുത്തിരിയും. അടുത്ത ശിവരാത്രിക്കോ ക്രിസ്തുമസിനോ ഓണത്തിനോ വിഷുവിനോ ഒക്കെയുള്ള പരിപാടികളുടെ ഭാഗമായിട്ട് നമ്മളവിടെ അടുത്ത വായനശാലയുടെ അല്ലെ അടുത്ത ക്ലബിന്റെ മുറ്റത്ത് നടക്കുന്ന പരിപാടിയിൽ നമ്മൾ നമ്മുടെ പരിപാടി അവതരിപ്പിക്കും. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ വീണ്ടും ആ കൂട്ടം പിരിയാതിരിക്കാനായിട്ട് വീണ്ടും എന്തെങ്കിലും സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്യും. ഇങ്ങനെ കൊണ്ടുപോയിരുന്നൊരു കൂട്ടം. ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് PSC കിട്ടി എന്നിരിക്കട്ടെ, പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ട്രേഡ് യൂണിയന്റെ ഭാഗം, പിന്നെ പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകള്, പിന്നെ ഉദ്യോഗം കൂടെ ചെയ്യുന്ന ആളുകളുടെ ഗൃഹപ്രവേശം, അവരുടെ വീട്ടിൽ വാങ്ങിച്ച കാറിനേക്കാളും മെച്ചപ്പെട്ട കാറ് വാങ്ങിക്കുക. ഈ പരിചിതമായിട്ടുള്ള എന്റെ കുടുംബത്തിലുണ്ടായ ഒരു സംഭവം, അവരുടെ വീട്ടിൽ ഒരു സംഗീതം താല്പര്യമുള്ള ഒരാളുണ്ട്. അപ്പൊ അവർക്കൊരു വീണ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോ ഉദ്ദേശിച്ച വീണ എന്ന് വെച്ചാൽ 10-25,000 രൂപയുടെ വീണ വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചു. അല്ല, 50,000 രൂപയുടെ വീണ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷെ 50,000-ന്റെ 25,000-ന്റെ വീണയേ ഉള്ളൂ. എന്ത് ചെയ്യും? ഭയങ്കര ആകുലതയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതമാകുമ്പോൾ ആദ്യം ഉണ്ടായ കലിങ്കിൽ ഒരുമിച്ചിരുന്ന് നാടകങ്ങളൊക്കെ രചിച്ചിരുന്ന, പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന സൗഹൃദമൊക്കെ ഇടിഞ്ഞങ്ങ് പോകും. പിന്നെ അതവിടെ നിലനിൽക്കില്ല. ഈ പുതിയ ജോലിയുടെ ഒരു തട്ടകത്തിലേക്ക് ചെല്ലും. ഇവിടെ നമ്മളെ നയിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ജോലി നൽകുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. അതിന് പ്രത്യേകിച്ചും GDP-യുടെ ഒക്കെ ഈ ആളോഹരി വരുമാനം എന്ന് പറയുന്ന രാജ്യവികസനത്തിന്റെ സൂചിക ഉണ്ടല്ലോ, അത് പ്രകാരം നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ പർച്ചേസിംഗ് പവർ കൂടുക എന്നുള്ളതാണ്. കൺസ്യൂമറിസത്തിന്റെ ഒരു വലിയ ടൂളാണ്. ഒരു കൺസ്യൂമറുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഓരോ പൗരന്റെ കയ്യിലുമുള്ള എന്താ പറയാ പർച്ചേസിംഗ് പവർ കൂടുക എന്നുള്ളതാണ് ആ രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ ട്രേഡുകൾ നടക്കും. നമ്മുടെ ട്രേഡുകൾ എങ്ങനെയാ നടക്കുക? ആദ്യം ഉരുളക്കിഴങ്ങൊക്കെ കൂടെ ഒരു 1000 ടൺ അല്ലെങ്കിൽ 10,000 ടൺ ഉരുളക്കിഴങ്ങ് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് തൊലിച്ചതിന് ശേഷം ഈ 10,000 ടൺ തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നു. തൊലിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ പറയുന്നത് തമാശക്കാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഊതി വീർപ്പിച്ച ഒരു കഥയാണെന്നോ വിചാരിക്കേണ്ട. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തീരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ പ്രോസസ്സ് ചെയ്യുന്നവരും ഇവിടെയുള്ളത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, അവിടെയുള്ളത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ട്രേഡിലൂടെ നമ്മൾ നമ്മുടെ ആ ഒരു വികാസം മെച്ചപ്പെടുത്തുകയാണ്, ട്രേഡ് മെച്ചപ്പെടുത്തുകയാണ്. അപ്പൊ അവിടെ ഈ ട്രേഡ് നടത്തുന്നവരുടെ ആവശ്യം എന്ന് വെച്ചാൽ ട്രേഡുകൾ നടക്കുക, പണവിനിമയം നടക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോ അവരുടെ കാഴ്ചയിൽ ഇവിടെ പർച്ചേസിംഗ് പവർ കൂടി. ഈ ജോലി കിട്ടിയ ആൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനായ ആളെ സംബന്ധിച്ചോളം അവരുടെ പർച്ചേസിംഗ് പവർ കൂടി. ആ പർച്ചേസിംഗ് പവർ കൂടുന്ന സമയത്ത് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത്? പണ്ടത്തെ ഇപ്പൊ നമ്മുടെ പത്മരാജന്റെ അല്ലെങ്കിൽ ഭരതന്റെ സിനിമകൾ, പണ്ടത്തെ സിനിമകള്, അരവിന്ദന്റെ സിനിമകൾ കണ്ടാൽ മനസ്സിലാവും. ഒരു വീടുണ്ടാവും. ആ വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ ചൂടിക്കയറിൽ തൂങ്ങിയിരിക്കുന്ന ഒലപ്പായ, മൂലയ്ക്കൊരു 1-2 മൺകുടം, ഒരു രംഗസജ്ജീകരണത്തിന് അന്ന് ഉപയോഗിച്ചിരുന്ന ബിംബങ്ങൾ അത്രയാണ്. പക്ഷെ അങ്ങനത്തെ വീടുകൾ ഇവിടെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പല വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം വീടുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതം അത്രത്തോളം മിനിമലായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് ഈ സർക്കാർ ജോലിയുടെ മാസ്മരികതയിലേക്ക് നമ്മൾ ചെന്ന് വീണിട്ട് അത് സ്വന്തം കാലിൽ നിൽപ്പാണെന്ന് പറയുന്നത്. ആ സ്വന്തം കാലിൽ നിൽപ്പിന്റെ ഭാഗമായിട്ട് എന്താണ് ഉണ്ടാവുന്നത്? നമ്മൾ മാർക്കറ്റിൽ കിടക്കുന്ന സർവ്വസാധനവും ആവശ്യമില്ലാത്തത് നമ്മുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ്. അങ്ങനെ മാർക്കറ്റിംഗ് വഴി നമ്മുടെ തലയിലേക്ക് കയറുന്ന കാര്യങ്ങളെയെല്ലാം നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടി വീട്ടിലിരിക്കാൻ സൗകര്യമില്ല എന്നുള്ള ഒരവസ്ഥ, വീട്ടിലിരിക്കാൻ അല്പം പോലും സ്ഥലമില്ല എന്നുള്ള രീതിയിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ ചെല്ലും. എന്നിട്ട് നമ്മൾ പറയുന്നു, ഇപ്പോ ഞാൻ സ്വന്തം കാലിൽ നിൽക്കുകയാണ്, ആരെയും ആശ്രയിക്കുന്നില്ല. ഈ ആശ്രയമില്ല
ആശ്രയിക്കാത്ത ആളുകളുണ്ട്. ഈ ആശ്രയിക്കാത്ത ആളുകൾ കഴിഞ്ഞ കൊറോണ കാലത്ത് ഭക്ഷണം മുട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് നെട്ടോട്ടം ഓടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് സ്വന്തം കയ്യിലുള്ള കാശ് കരിഞ്ചന്തയിൽ കൊടുത്തിട്ടാണെങ്കിൽ പോലും അരിയും സാധനങ്ങളും വാങ്ങിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിൽ തട്ടുമേന്തി നിൽക്കുന്ന സമയത്ത് ഈ എന്താ പറയാ സ്വന്തം കാലിൽ നിൽപ്പ് കാണാൻ പറ്റാതെ പോയിരുന്നു. കമ്മ്യൂണിറ്റി കിച്ചന്റെ ഭാഗമായിട്ട് ജീവിക്കേണ്ടി വരുന്ന സമയത്ത് ഇതെല്ലാം ബുദ്ധിമുട്ടാകേണ്ടി വരുന്നുണ്ട്. എപ്പോഴെങ്കിലും കാറ് പഞ്ചറാവുന്ന സമയത്ത് പൊതു വാഹനത്തിന്റെ മുമ്പിലെത്തി വരി നിൽക്കുന്ന സമയത്ത് തന്റെ സഹിഷ്ണുതയില്ലാത്ത ആ മനോഭാവം പ്രകടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിലെ രസം. സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മള് ചന്തയെ ആശ്രയിക്കുന്നു. നമ്മൾ ഇഷ്ടം പോലെ സമ്പാദിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് വിഭവങ്ങൾ സ്വന്തമാക്കുന്നു എന്നല്ല അർത്ഥം. വിഭവങ്ങൾ സ്വന്തമാക്കാനുള്ള പവർ, പർച്ചേസിംഗ് പവർ സ്വന്തമാക്കുന്നു. അതുപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന വിഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. ഈ വിഭവങ്ങൾ എന്തിനുള്ളതാണ്? നമ്മുടെ ജീവിതത്തെ എക്സിസ്റ്റ് ചെയ്യിക്കാനുള്ളതാണോ? നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതാണോ? ഇപ്പൊ നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണമാണ് വേണ്ടത്. ആ ഭക്ഷണമാണോ നമുക്ക് കിട്ടുന്നത്? ഇല്ല, ചന്തയിൽ നിന്ന് കിട്ടുന്നത് അതിനനുസരിച്ചുള്ള ഭക്ഷണമായിരിക്കും, ഭക്ഷണ സാധനങ്ങൾ. അതുപോലെയുള്ള വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ വാഹനങ്ങൾ, അല്ലെങ്കിൽ ഉപകരണങ്ങൾ, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ളതാണോ? ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ, ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ വളരെ ലളിതമായി ജീവിക്കുന്ന ഒരാളാണെന്ന് പറയപ്പെടുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് ഒരു സാധാരണ മനുഷ്യന് ആവശ്യമുള്ളതിന്റെ ഏതാണ്ട് 1000-ലധികം ഇരട്ടി സാധനങ്ങളും സൗകര്യങ്ങളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പോ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഫെസിലിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? പ്രകൃതിയിലെ റിസോഴ്സാണ്, പ്രകൃതിയിലെ വിഭവങ്ങളാണ്. ഈ വിഭവങ്ങളെ നമ്മൾ വാങ്ങിച്ചു കൂട്ടാനുള്ള പർച്ചേസിംഗ് പവർ കൂട്ടുന്നതാണ് സ്വന്തം കാലിൽ നിൽപ്പ്, സ്വാശ്രയത്വം എന്ന് പറയുമ്പോൾ അടുത്ത ലോക്ക്ഡൌൺ, ഇതിലും വലിയ ലോക്ക്ഡൌണുകൾ, അടുത്ത ലോക്ക്ഡൌണുകൾ വരുന്ന സമയത്ത്, നമ്മുടെ ചന്ത നിന്നു പോകുന്ന സമയത്ത്, ചന്തയിലൂടെയുള്ള വിഭവ വിതരണം നിൽക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് എത്തിപ്പറ്റുക? എത്ര വിഭവങ്ങൾ ചുറ്റിലും ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ കയ്യിലേക്ക് നമുക്ക് എടുക്കാൻ പാകത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ജീവിക്കാൻ കഴിയുക. അല്ലെങ്കിൽ സൊമാലിയ പോലെയുള്ള ഒട്ടേറെ ദരിദ്ര രാജ്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അവർ ദരിദ്രരായി പോയത്? അവിടെ വിഭവങ്ങളില്ലാതെയാണ്. ഇപ്പോ ഗോൾഡിനെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു വലിയ ജീവിത വ്യവസ്ഥയാണല്ലോ നമ്മുടെ ലോകം മുഴുവനുള്ളത്. ഗോൾഡിനും പെട്രോളിയത്തിലും ആധാരമാക്കിയിട്ടുള്ളതാണ് ലോകത്ത് നിലനിൽക്കുന്നത്. ഈ ഗോൾഡിന്റെ ഏറ്റവും ഏറിയ പങ്കും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്ന് സൊമാലിയാണ്. പിന്നെ നമ്മുടെ എനിക്ക് ആ പേര് ഓർമ്മ വരുന്നില്ല, പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇതുപോലെ സ്വർണ്ണഖനികളും ഒക്കെ ആയിട്ട് ഈ ലോഹ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ അതിസമ്പന്നമാണ്. പക്ഷെ അവർക്കുള്ള ഫുഡ് റിസോഴ്സസ് എന്നുള്ളത് ആരെങ്കിലും കൊണ്ടുകൊടുക്കും. എന്തുകൊണ്ട് ഇവർക്ക് അവരുടെ സ്വന്തം നാട്ടിലെ ഖനികളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ കൊടുത്ത് മറ്റു വിഭവങ്ങൾ ഇറക്കാൻ കഴിയുന്നില്ല? കാരണം ഇത് ഇവരുടെ നാട്ടിലാണുള്ളതെങ്കിലും ഉടമസ്ഥതയും ഈ തീറവകാശവും, അവകാശം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ലീസിന് എടുത്തിട്ട് 999 വർഷത്തെ പാട്ടത്തിനൊക്കെ എടുത്തിട്ട് മറ്റു പലരുടെയും കയ്യിലാണത്. അപ്പോ വിഭവ വിതരണം എന്നുള്ളത് സ്വന്തം നാട്ടിൽ ജീവിക്കുമ്പോൾ പോലും സ്വന്തം വിഭവങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ ദാരിദ്ര്യത്തിന്റെ ചുവ നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ സമ്പന്നതയുടെ ഒരു സൂത്രവാക്യം നടപ്പിലാക്കി വെച്ചിട്ടുള്ളത്. പണവ്യവസ്ഥയുടെ, GDP-യുടെ ഒരു സൂത്രവാക്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവിടെ ആ പണവ്യവസ്ഥയുടെ സൂത്രവാക്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളെ കൊണ്ട് അവർ പ്രതീതമായി വെർച്വലി തോന്നിപ്പിക്കുന്നു നമ്മൾ സ്വാശ്രയത്വത്തിലാണ്, സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ലോക്ക്ഡൌൺ വന്നു കഴിഞ്ഞാൽ, ഭക്ഷണ വിതരണ ശൃംഖല പൊട്ടിക്കഴിഞ്ഞാൽ, ഊർജ വിതരണ ശൃംഖല പൊട്ടിക്കഴിഞ്ഞാൽ, അത് തടയപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? നിങ്ങൾക്കുള്ള ഭക്ഷണം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ, എന്ന് വെച്ചാൽ അടുപ്പത്ത് വയ്ക്കുന്നത്, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചപ്പാത്തി അടുപ്പത്ത് തിരിച്ചും മറിച്ചുവിട്ട് ചൂടാക്കിയിട്ട് ഞാൻ പാചകം ചെയ്ത് കഴിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് മലയാളികൾ. പക്ഷെ ഈ നമ്മുടെ ഭക്ഷണം ഇത് തന്നെയാണോ എന്നുള്ളത് മറ്റൊരു വശം, അതവിടെ ഇരിക്കട്ടെ. നമ്മളുടെ ഭക്ഷണം നമുക്ക് മണ്ണിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയാതെ വരുമ്പോൾ ബാക്കിയുള്ള സംവിധാനങ്ങൾ നിലയ്ക്കുന്ന സമയത്ത് നമ്മൾ മണ്ണിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും. ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത ഒരു ജനതയ്ക്ക് ഉറപ്പായിട്ടും കഷ്ടപ്പെടേണ്ടി വരും. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി വന്നതിന് ശേഷം നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ എന്താണ്? കൃഷി അറിയുന്ന ആളുകളെ കിട്ടില്ല. കാരണം അവർ തണലിരിപ്പിനും പോകുകയാണ്. തണലിലെ തിരുന്നാൽ മതി, വൈകുന്നേരം 350 രൂപ കിട്ടും. അപ്പോൾ തണലിരിപ്പിന് പോകുന്ന സമയത്ത്
അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പണം കിട്ടുകയാണ്. അങ്ങനെ പണം കിട്ടുന്ന സമയത്ത് അവർ മറ്റു ജോലികൾ ചെയ്യേണ്ടതില്ല. അങ്ങനെ മറ്റു ജോലികൾ ചെയ്യാൻ പറ്റാതെയാകുന്ന സമയത്ത് നിങ്ങൾ കൂലിക്ക് അവരെ പണിക്ക് വിളിക്കുമ്പോൾ അവർ നിങ്ങളുടെ പാടത്ത് വന്ന് പണി ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് കൃഷി ഉണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ അറിയേണ്ടത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെയാണ് സ്വാശ്രയത്വം എന്ന് പറയുക. നമ്മുടെ പ്രാദേശികമായ ഒരു അവസ്ഥയിൽ, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിന്നും അവിടുത്തെ വിഭവങ്ങൾ, യാത്ര ചെയ്യാത്ത വിഭവങ്ങൾ, നമുക്ക് വേണ്ടുന്ന വിഭവങ്ങളെ കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സിമെന്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ സിമ്പിളാണ് മറുപടി. സിമെന്റ് വീട്ടിൽ താമസിക്കണമെന്ന് അവരാ പഠിപ്പിച്ചത്. ആര്? ഈ ഇൻഡസ്ട്രി ഉണ്ടാക്കിയവർ. അതൊരു ട്രെൻഡായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഏറ്റെടുത്തതാണ്. സിമെന്റ് വീട്ടിൽ താമസിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓല കൊണ്ടുള്ള വീട്ടിലും നമുക്ക് താമസിക്കാം, ഓട് കൊണ്ടുള്ള വീട്ടിലും താമസിക്കാം. ഓട് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് അല്ലേ? ആധുനിക കാലത്ത് പരിസ്ഥിതി പ്രവർത്തകർക്ക് അത് സമ്മതമാവില്ല. കോൺക്രീറ്റ് ആണ് പ്രശ്നം. നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി ആവണമെന്നുണ്ടെങ്കിൽ ഓടിട്ട വീട്ടിൽ താമസിക്കണം എന്നാണ് പറയുക. അപ്പോ നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ടുന്ന വിഭവങ്ങളെ നമുക്ക് നിർവചിക്കാൻ കഴിയും. ആ വിഭവങ്ങളെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മുടെ ജീവിതം എത്രത്തോളം മിതപ്പെടുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ വിഭവങ്ങളുടെ അളവ് കുറവ് മതിയാവും. അതനുസരിച്ചുള്ള സങ്കേതങ്ങളുടെ കുറവ് മതിയാവും. അതിന്റെ യാത്ര, വിഭവങ്ങളുടെ യാത്ര, അവയുടെ ദൂരം കുറവ് മതിയാകും. അതിനുവേണ്ടി ചിലവാക്കുന്ന ഊർജത്തിന്റെ അളവ് കുറവ് മതിയാകും. ഇതൊക്കെയാണ് സ്വാശ്രയത്വം എന്ന് കരുതുന്നു. മഴക്കാലത്ത് അതിനനുസരിച്ച് ഇലക്കറികളൊക്കെ കഴിച്ച് ജീവിക്കുന്ന, വേനലില് ധാന്യങ്ങളൊക്കെ കഴിച്ച് ജീവിക്കുന്ന, ഇടക്കാലത്ത് പച്ചക്കറികളും പഴങ്ങളും കഴിച്ച് ജീവിക്കുന്ന, ദിവസത്തിൽ ഒരു നേരമോ രണ്ടു നേരമോ മാത്രം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന, ഏറ്റവും ചുരുങ്ങിയ ഭക്ഷണം, വസ്ത്രം മാത്രം ഉപയോഗിച്ച് കഴിയുന്ന ഒരവസ്ഥ. അപ്പൊ വസ്ത്രത്തിന്റെ കാര്യം, അതിന് ഇൻഡസ്ട്രി വേണ്ടതൊക്കെ ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു അത്തരത്തിലുള്ള കൈകൊണ്ടുണ്ടാക്കിയ വസ്ത്രം ഇടുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ തമിഴ്നാട് DP കോളേജ് ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള വസ്ത്രങ്ങളും കിട്ടാൻ തുടങ്ങി. ഉറപ്പാണ്, എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. പക്ഷെ സമ്മാനമായിട്ട് കിട്ടിയതിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, നമുക്കത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഉൽപ്പാദനമുള്ളത് ഇപ്പോ കർണാടകത്തിലെ ക്രാക്കഡോണ എന്ന് പറയുന്ന ഇക്കോ വില്ലേജിൽ അവർക്ക് വേണ്ടുന്ന വണ്ടിക്കുള്ള ഇന്ധനം വരെ അവരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്വാശ്രയ വ്യവസ്ഥയെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അത്തരത്തിലുള്ള സ്വാശ്രയ ജീവിത സങ്കേതങ്ങൾ ലോകത്ത് ഒട്ടേറെയുണ്ട്. 10,000-കണക്കിന് ഇക്കോ വില്ലേജുകളുണ്ട്. ഇതാണ് സ്വാശ്രയത്വം. ഗാന്ധിയൊക്കെ മുൻപോട്ട് വെച്ച, കുമരപ്പയൊക്കെ മുൻപോട്ട് വെച്ച സ്വാശ്രയത്വം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കണ്ടെത്തുക. ബാക്കി എല്ലാ സപ്ലൈ സിസ്റ്റംസും നിന്നാലല്ലേ എന്നൊരു ചോദ്യം വേണ്ട, നിൽക്കുമ്പോഴും നമുക്ക് സ്വാശ്രയത്വത്തോട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഓഫ് ദ ഗ്രിഡ് എന്ന് പറയുന്നത്. പൊതുവിതരണ ശൃംഖലയിൽ നിന്നും മാറി സ്വാശ്രയ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന രീതി. ഇപ്പൊ റഷ്യയിലൊക്കെ അനസ്താസിയ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന വില്ലേജുകൾ, 2.5 ഏക്കർ സ്ഥലത്ത് ഒരു കുടുംബം അതിന്റെ സമ്പൂർണ്ണ സ്വാശ്രയത്വം ജീവിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് അനസ്താസിയ ലിവിംഗ് എന്ന് പറയുന്നത്. അനസ്താസിയ ലിവിംഗിന്റെ ആ ഒരു അവസ്ഥയിൽ 2.5 ഏക്കർ മതി ഒരു കുടുംബത്തിന് അടിസ്ഥാനപരമായി സ്വാശ്രയത്വത്തിൽ ജീവിക്കാൻ. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളെ നമ്മൾ ചിലപ്പോൾ പുനർനിർവചിക്കേണ്ടി വരും. അതാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്. അല്ലാതെ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കുറെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ജോലിക്ക് പോവുക, ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിരിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണമുണ്ടായി വരും. ഈ പണം ഉണ്ടാക്കുന്നത്, നമ്മളെ ഇവിടുത്തെ ചർച്ചാ വിഷയം യഥാർത്ഥത്തിൽ വ്യക്തിപരതയുമായി കണക്ട് ചെയ്താണ്. ഈ പണം ഉണ്ടാക്കുന്ന സമയത്ത്, സ്വന്തം സമ്പാദ്യം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ല എന്ന തോന്നൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്താണ്? ഞാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ല, മറ്റൊരാളുമായിട്ടും എനിക്ക് ആശ്രയിക്കേണ്ടത് എന്താണ്? ഈ ബിസിനസ് ബന്ധങ്ങൾ മാത്രം എനിക്ക് ഡിപ്പെൻഡ് ചെയ്താൽ മതി. അതിന് ഞാൻ ഏത് ഹൈറാർക്കിയും അംഗീകരിക്കും, ഏത് തലപ്പത്തുള്ളവരെയും അംഗീകരിക്കും. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഡെമോക്രാറ്റ് ആയിരിക്കും. ഞാൻ സമത്വത്തെക്കുറിച്ച് സംസാരിക്കും. പക്ഷെ എന്റെ തൊഴിലിന്റെ കാര്യത്തിൽ, എന്റെ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ, പണവ്യവസ്ഥയുടെ കാര്യത്തിൽ ഞാൻ ഈ ഹൈറാർക്കിയെ അംഗീകരിക്കും, സിഇഒയെ അംഗീകരിക്കും, ഞാൻ അവരെല്ലാം ഞാൻ അംഗീകരിക്കും. അവിടെ സമത്വം എന്റെ ചിന്തയിലില്ല. അപ്പൊ ഈ പണവ്യവസ്ഥ പ്രവർത്തിക്കണമെങ്കിൽ ഹൈറാർക്കി തന്നെ വേണം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ജീവിതത്തിൽ ഹൈറാർക്കി ഉണ്ടാവുകയും വിഭവ വ്യവസ്ഥയിൽ ഹൈറാർക്കി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അതാണ് ഇക്കോ വില്ലേജുകളിലൊക്കെ ഉള്ളത്. ജീവിതത്തിൽ ഇപ്പോ നമ്മുടെ കുടുംബങ്ങളെ നോക്കുക. കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു തറവാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും വിഭവങ്ങളുണ്ട്, എല്ലാവർക്കും കിടക്കാൻ സ്ഥലമുണ്ട്, എല്ലാവർക്കും വസ്ത്രമുണ്ട്, എല്ലാവർക്കും സുരക്ഷയുണ്ട്. പക്ഷേ അവിടെ കാരണവരുണ്ട്, കാരണവന്മാരുണ്ട്,
മൂത്ത കാരണവർ പറയുന്നത് ബാക്കിയുള്ളവർ കേൾക്കും. അവിടെ ഹൈറാർക്കി ഉണ്ട്, പക്ഷെ ബാക്കി എല്ലാവരും സുരക്ഷിതരാണ്. ഇത് രാജഭരണത്തിൽ നടക്കും. ബർമയിലൊക്കെ ഈ ഒരു രീതി മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നേപ്പാളിലേക്ക് ഇത്തരം ഒരു വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയും രാജഭരണത്തിന്റെ വ്യവസ്ഥിതിയും ഒക്കെ കുറച്ച് കാലം മുമ്പ്, 10-25 കൊല്ലം മുമ്പ് ഇത് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ നമ്മൾ എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? ഈ സ്വാശ്രയത്വം നേടി അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നുള്ള പേരിൽ നമ്മൾ തൊഴിലും നമ്മുടെ സമ്പാദ്യവും, എന്റെ വീട്, എന്റെ വാഹനം, എന്റെ മൊബൈൽ, എന്റെ ബാങ്ക് അക്കൗണ്ട്, എന്റെ ബന്ധങ്ങൾ എന്ന രീതിയിൽ നമ്മുടെ ഇണയിൽ നിന്നും പോലും മാറി വ്യക്തിപരതയുടെ ലോകത്ത് ജീവിക്കുമ്പോൾ, ഇപ്പൊ ആധുനിക കാലത്ത് സത്യത്തിൽ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ? എന്റെ പണം, വീടിന്റെ ലോൺ ഞാൻ അടയ്ക്കും, മറ്റേ അടുക്കളയുടെ ചെലവ് അവളെ നോക്കും എന്ന് പറയുന്ന രീതിയിൽ രണ്ടായി ചെലവുകൾ ഉണ്ടാക്കുന്നു. പണം ഉണ്ടാക്കുന്നു, സമ്പാദിക്കുന്നു, ഉടമസ്ഥതയുണ്ട്, പ്രൊക്യൂർമെന്റ് എല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെല്ലാം വിഭാഗീയത സങ്കല്പിക്കുന്നു. അവിടെ അച്ഛന്റെ പണം, അമ്മയുടെ പണം, മകന്റെ പണം, മകളുടെ പണം എല്ലാവർക്കും വെവ്വേറെയാണ്. അങ്ങനെ വ്യക്തിപരതയുടെ ഒരു വല്ലാത്ത വേലിക്കെട്ട് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ സ്വാശ്രയത്വത്തിലാണ്, നമ്മൾ പരസ്പര ആനന്ദത്തിലാണ്. അവിടെ എന്ത് ആനന്ദമാണ്? ആരുടെ ആനന്ദമാണ് സംഭവിക്കുന്നത്? ഇൻഡസ്ട്രിയുടെ, മീഡിയയുടെ, അല്ലെങ്കിൽ ഈ ഒരു ആൽഗരിതം നമ്മളെ പഠിപ്പിച്ചവരുടെ? അവരുടെ ആൽഗരിതം, അവരുടെ ഒരു സിസ്റ്റത്തെ അല്ല നമ്മൾ ഉൾക്കൊള്ളുന്നത്. അവിടെ എനിക്ക് എന്റെ അയൽക്കാരനുമായിട്ട്, എന്റെ ഇണയുമായിട്ട്, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളുമായിട്ട് ഇടചേർന്ന് പോകുവാനുള്ള സിംബയോസിസ് എന്നാണ് അതിന് പറയുക, സഹവർത്തിത്വ ജീവനം, സഹജീവനം എന്ന് പറയും. ആ സഹജീവനം നടത്താൻ നമുക്ക് കഴിയും. നമ്മുടെ സഹജീവനം എന്നുള്ള സംഭവമല്ല, നമ്മളൊരു മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ആ ഇൻഡസ്ട്രിയൽ വ്യവസ്ഥയെ ഉരുട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആ CEO തുടങ്ങിയുള്ള ഹൈറാർക്കൽ സിസ്റ്റത്തെ അംഗീകരിച്ച് അവർക്ക് വേണ്ടി ചില പണികൾ ചെയ്യും. ചെയ്യുന്ന പണിയിൽ അതിന്റെ ധാർമ്മികത എന്ന് പറയുന്നത്, ഇപ്പോ ഇവിടെയുള്ള ജീവികളെ മുഴുവൻ കൊന്നൊടുക്കുക എന്നുള്ളത് ഒരു മന്ത്രി ഉത്തരവിട്ടിരിക്കട്ടെ. താറാവിന്റെ പനി വന്നു, അതുകൊണ്ട് താറാക്കളെ മുഴുവൻ കൊന്നൊടുക്കുക എന്നുള്ളത് മന്ത്രി ഉത്തരവിട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും ഉത്തരവിട്ടു. ഉടനെ തന്നെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോയിട്ട് ഇതിനെ മുഴുവൻ കൊന്നുകളയുന്നു. എന്തിന്റെ ഭാഗമാണ്? എന്റെ തൊഴിലിന്റെ ഭാഗമല്ല. ധാർമ്മികതയ്ക്ക് അവിടെ യാതൊരു സ്ഥാനമില്ല, സ്വന്തം മനസാക്ഷിക്ക് സ്ഥാനമില്ല. അങ്ങനെയായിത്തീരുന്ന ധാർമ്മിക ച്യുതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഈ സ്വാശ്രയത്വം, ഏത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള തൊഴിൽ എന്നുള്ള സ്വാശ്രയത്വം നമ്മളെ കൊണ്ടെത്തിക്കുമ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നൊന്ന് ആലോചിച്ചാൽ മതി. വ്യക്തിപരത എന്ന് പറയുന്നതിന് ഊന്നിക്കൊണ്ടുള്ള സ്വാശ്രയത്വമാണ് ഈ തൊഴിൽ വ്യവസ്ഥ നമുക്ക് തരുന്നത്, പണവ്യവസ്ഥ തരുന്നത്, ഇൻഡസ്ട്രിയൽ വ്യവസ്ഥ നമുക്ക് തരുന്നത്. അതേസമയം ഗാന്ധിയും കുമരപ്പയും മുൻപോട്ട് വെച്ചിട്ടുള്ള, അനസ്താസ്യ മുൻപോട്ട് വെച്ചിട്ടുള്ള ആ ഒരു സ്വാശ്രയത്വം എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ പരിസരത്തോട് ഇഴുകി ജീവിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടിലും നിന്ന് നമ്മുടെ അയൽക്കാരുമായി ചേർന്ന് പങ്കിടണം. ഈ അയൽക്കാരൻ എന്ന് പറയുന്നത് വേലി കെട്ടി തിരിച്ച് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവനല്ല. ഞാനും എന്റെ ഇണയും കുഞ്ഞുമായിട്ട് ജീവിക്കുന്നതിന്റെ തൊട്ടടുത്ത് ജീവിക്കുന്നവൻ അയൽക്കാരൻ. അതാരും ആയിക്കൊള്ളട്ടെ, അത് ഒരു പട്ടിയും പൂച്ചയും വരെ അയൽക്കാരനാകും. അവരുമായിട്ട് സഹവർത്തത്തിൽ ജീവിക്കുന്ന, വിഭവങ്ങൾ പരസ്പരം പങ്കിടുന്ന ഒരവസ്ഥയാണ്. നമുക്ക് വേണ്ടുന്ന വിഭവങ്ങളെ നിരന്തരമായി കിട്ടിക്കാനുള്ള, ആ വിഭവങ്ങളുടെ ഗുണനിലവാരം നമുക്ക് ഉറപ്പിക്കാനുള്ള, അത് എവിടെ നിന്നും തുടങ്ങുന്നു, എത്ര ദൂരം യാത്ര ചെയ്യുന്നു കൃത്യമായിട്ട് അറിയുന്ന ഒരു സ്വാശ്രയ വ്യവസ്ഥയുണ്ട്. ആ സ്വാശ്രയ വ്യവസ്ഥയ്ക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അടുത്ത ലോക്ക്ഡൌൺ വരുന്ന സമയത്ത് നമ്മൾ സ്റ്റക്കാവും. ഇനി വരാൻ പോകുന്നു 2025 ആയിട്ടേ ഉള്ളൂ. ഇനി ഒരു 5 വർഷം കൊണ്ടാണ് നമ്മൾ ഈ ലോകം പുതിയ ലോകക്രമത്തിലേക്ക് മാറുന്നത്. ലോകത്തെ മുഴുവൻ റീസെറ്റ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണല്ലോ വേൾഡ് എക്കോണമിക്കൽ ഫോറം. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് തിരിയുന്ന സമയത്ത് നമുക്ക് സമ്പൂർണ്ണ സ്വാശ്രയത്വം എന്നുള്ളൊരു അവസ്ഥ ലഭ്യമാകണമെങ്കിൽ ഈ വ്യക്തിപരതയ്ക്ക് കാരണമാകുന്ന, വ്യക്തിപരതയെ കാത്തു സൂക്ഷിക്കുന്ന പണവ്യവസ്ഥയില്, അല്ലെങ്കിൽ ഉൽപാദന വ്യവസ്ഥയില്, ഇൻഡസ്ട്രിയൽ വ്യവസ്ഥയില്, തൊഴിൽ വ്യവസ്ഥയില് നമ്മൾ കുടുങ്ങി നിന്നാൽ നമ്മൾ വീണുപോകും. നിങ്ങൾ തൊഴിലിന് പോകണ്ടാന്നോ വ്യവസായം നടത്തണ്ടാന്നോ ഒന്നും അല്ല പറയുന്നത്. അത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വ്യാകരണമാണ്, അത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ചിന്താപദ്ധതിയുണ്ട്. അതിനകത്ത് കുടുങ്ങിപ്പോകരുത്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകൾ ചെയ്തോളൂ, പക്ഷെ നിങ്ങളുടെ മനസ്സിനെ ആ വട്ടത്തിന് അകത്തു നിന്നും പുറത്തേക്കിട്ടിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് നിരീക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നത്ര വിഭവങ്ങളാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനപ്പുറത്തേക്ക് എത്രത്തോളം വിഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ കണക്കാക്കുക. അപ്പോ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രയും ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഏത് കാലത്തും അരി തിന്നുന്നവരാണ്. അപ്പോ അരി എല്ലാ കാലത്തും കിട്ടുന്നതല്ല, അല്ലെങ്കിൽ എല്ലാ കാലത്തും കിട്ടുന്നതാക്കണമെങ്കിൽ നമ്മൾ ഒരു പ്രദേശത്തെ മുഴുവൻ
അവിടുത്തെ ജീവജാലങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കി അവിടെ അരിയുടെ കൃഷി നടത്തണം. അത്രയും വല്ല വ്യാപകമായിട്ടുള്ള ഒരു കൃഷി ചെയ്താൽ മാത്രമേ അത്രയേറെ ധാന്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ചെറിയൊരു ഏരിയയെ ആശ്രയിച്ച് ജീവിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപക്ഷെ ഫലഭക്ഷണത്തിലേക്കോ കിഴങ്ങിയുള്ള ഭക്ഷണത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് അത്തരം ഭക്ഷണത്തിലേക്കോ നമ്മൾ തിരിയേണ്ടി വരും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചിന്തിക്കുന്നവർ സ്വന്തം തീരുമാനങ്ങളും സ്വന്തം കാഴ്ചകളുമാണല്ലോ നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. അപ്പോ അതിനു പകരം എനിക്ക് അത്തരത്തിൽ പ്രകൃതിയോട് നീതി പാലിക്കുന്ന, എന്നോട് നീതി പാലിക്കുന്ന, എന്റെ ജീവിതത്തിനോടും എന്റെ പരമ്പരയോടും നീതി പാലിക്കുന്ന, ഇനി വരുന്ന തലമുറയോട് നീതി പാലിക്കുന്ന ഒരു ജീവിതമാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എന്റെ ജീവിത ആവശ്യങ്ങളെ പുനർനിർവചിക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ ലളിത ജീവിതം അല്ലെങ്കിൽ മിതജീവിതം, മിനിമലിസ്റ്റ് ലിവിംഗ് എന്നൊക്കെ പറയുന്നത്. അതിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ചെയ്യല് പ്രായോഗികമല്ല, ശരിയുമല്ല. അത് നമുക്ക് കൂട്ടമായിട്ട് ചെയ്യേണ്ടി വരും. കൂട്ടമായിട്ട് ചെയ്യണമെങ്കിൽ എനിക്കുള്ളത് ഞാൻ പങ്കിടാൻ തയ്യാറാകണം. എന്റെ വീട്ടിൽ ഇപ്പൊ നമ്മുടെ പങ്കിടാക്ഷക്കുറിപ്പ് എന്ന് പറയുന്ന വല്യച്ഛൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തറക്കൂട്ട പ്രസ്ഥാനത്തിന്റെ പിതാവ്, അദ്ദേഹം ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിലൊരു കൈക്കോട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടുകാർ കൈക്കോട്ട് വാങ്ങേണ്ടതില്ല. നിങ്ങളുടെ വീട്ടിൽ ഏണി ഉണ്ടെങ്കിൽ അടുത്ത വീട്ടുകാർ ഏണി വാങ്ങേണ്ടതില്ല. ഇതൊന്നും മതി. എല്ലാ വീട്ടിലും ഒരേ സമയത്ത് എല്ലാവരും കൂടെ ഉപയോഗിക്കില്ലല്ലോ. മാറി 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 ഉപയോഗിച്ചാൽ മതി. വിഭവങ്ങളുടെ അളവ് വളരെ കുറയും. ഇത്തരത്തിൽ മിനിമലിസത്തിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. ആ മിനിമലിസ്റ്റ് ലിവിംഗിലേക്ക് എത്തിപ്പറ്റാൻ, ആ മിനിമലിസത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒറ്റയ്ക്കുള്ള യാത്രയല്ല, കൂട്ടമായിട്ടുള്ള യാത്ര. ആ കൂട്ടം ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്റെ അരികുകളുടെ അമൂർച്ച കളയണം, എന്റെ മുനമ്പുകൾ പൊട്ടിച്ച് കളയണം. അങ്ങനെ കളയുമ്പോൾ മാത്രമാണ് വ്യക്തിപരതയുടെ ലോകത്ത് നിന്നും സർവ്വപരതയുടെ ഒരു തുറവിയിലേക്ക് ഞാൻ എത്തുക. ആ സർവ്വപരതയുടെ തുറവിയിലേക്ക് ഞാൻ തിരിയുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് എന്റെ ചുറ്റുമുള്ള സമൂഹവുമായിട്ട്, കമ്മ്യൂണിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കാൻ കഴിയുക, എന്റെ ചുറ്റുമുള്ള ജീവജാലങ്ങളുമായിട്ട് സമരസത്തിലാകാൻ കഴിയുക, എന്റെ സിംബയോസിസ് പ്രവർത്തിക്കുക ആ സമയത്താണ്. അങ്ങനെ ജീവിക്കുന്നതാണ് വ്യക്തിപരത ഇല്ലാത്ത സ്വാശ്രയത്വം. അപ്പൊ സ്വാശ്രയത്വം എന്ന പേരിൽ നമ്മൾ സാധാരണ രീതിയിൽ മനസ്സിലാക്കുന്ന സ്വന്തം കാലിൽ നിൽക്കാനുള്ള തൊഴിൽ സംസ്കാരം അല്ലെങ്കിൽ പണം ഉൽപാദന സംസ്കാരം, പിന്നെ നമ്മുടെ ബ്രാൻഡ് സംസ്കാരം, പിന്നെ എന്താ പറയാ, ഇങ്ങനെയുള്ള ഒരു സംസ്കാര വ്യവസ്ഥ നമുക്കുണ്ടല്ലോ. പർച്ചേസിംഗ് പവർ കൂട്ടുന്ന സംസ്കാരം, GDP കൂട്ടുന്ന സംസ്കാരം. അതിനു പകരം മനസ്സിന് ശാന്തിയും പ്രദേശത്തിന് ശാന്തിയും സമൂഹത്തിന് ശാന്തിയും ഉണ്ടാകുന്ന ഒരു ആധാന സംവിധാനത്തിലേക്ക് ചെന്നെത്തേണ്ടത് അത്യാവശ്യം. അതിലേക്കുള്ള യാത്രയാണ് നമ്മൾ സുസ്ഥിര ജീവന സമൂഹം മുൻപോട്ട് വയ്ക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പലതിനും പുനർനിർവചിക്കേണ്ടി വരും, മനസ്സിലാക്കുക തന്നെ വേണം. അതല്ല ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളവർക്ക് പറ്റിയ പണിയല്ല ഇത്. ഇങ്ങനെയൊക്കെ പോയാൽ മതി. നമ്മൾ ഈ അടുത്ത ലോക്ക്ഡൌണും അടുത്ത മഹാമാരിയും വരുന്ന സമയത്ത് നമ്മൾ അതിനെ സ്വീകരിക്കുക. അതിനെ മറികടക്കാനെന്ന പേരിൽ അവർ നമ്മുടെ മേൽ കുത്തിവെക്കുന്ന സാധനങ്ങളെ സ്വീകരിക്കുക. അവർ നമ്മൾ ഇവിടുന്ന് ഈ സ്ഥലം വിട്ട് നിങ്ങൾ പൊക്കോ എന്ന് പറയുന്ന സമയത്ത് പോവുക. അവിടെ ചെന്നിട്ട് അവർ തരുന്ന അപ്പകഷ്ണങ്ങളെ തിന്നുക. അതിലങ്ങ് ജീവിച്ച് മരിച്ചു പോവുക. ഇനി ഒന്നും ആലോചിക്കാൻ കഴിയാതെ. പണ്ട് ആരോ ഒരു കവിത എഴുതിയ ഒരു കവിത സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അൺനോൺ സിറ്റിസൺ എന്ന് പറഞ്ഞു. മരിച്ചു പോകുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു നമ്പർ മാത്രമാണ്. ആ നമ്പർ മാത്രമാണ് നമ്മൾ. അങ്ങനെ ആയിത്തീരുന്ന ഒരു ലോകക്രമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വെറും ഒരു ഐഡന്റിറ്റി കാർഡ് മാത്രമായിട്ട്, ഒരു ഐഡന്റിഫിക്കേഷൻ മാത്രമായിട്ട് നിലനിൽക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ എന്നുള്ളത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതിന് തിരിച്ചു പിടിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിത സംവിധാനത്തെ തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ സ്വാശ്രയത്വത്തിലേക്ക് പോകണം. അവിടെ ജീവിതത്തെ പുനർനിർവചിക്കേണ്ടി വരും. ആ സ്വാശ്രയത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ബന്ധമില്ലാതെ പണം സ്വീകരിക്കാനുള്ള വഴി മാത്രം ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്വന്തം കാലിൽ നിൽപ്പാണെങ്കിൽ അത്തരമൊരു സ്വന്തം കാലിൽ നിൽപ്പ് സത്യത്തിൽ അരോചകമാണ്, അപകടമാണ്. അത്തരമൊരു അപകടത്തിൽ നിന്നും തിരിഞ്ഞു നടക്കാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ അവതരണം ഇവിടെ നിർത്തുകയാണ്. കൂടുതലുള്ള കാര്യങ്ങൾ നമ്മൾ ചോദ്യോത്തരയിലൂടെ നമുക്ക് സംസാരിക്കാം. അതുവരേക്കും ഇത് കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.